മോളെ ആ പാല് കുപ്പിങ് എടുത്തേ. ഇതാ അമ്മേ. അല്ലേ നീ പാല് കൊണ്ടുപോകാൻ കാത്തു നിൽക്കായിരുന്നോ? മോളിത്തിരി വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട അമ്മേ, അതിൽ വെള്ളം ഒഴിക്കണ്ട. എടി നീ ആണ് കൊള്ളാമല്ലോ. ശരി, വേണ്ടെങ്കി വേണ്ട, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കേട്ടോ മോള് പറഞ്ഞത് കേട്ടോ? കേട്ടു കേട്ടു. 10 ഗുണം 10 ഗുണമെന്നല്ലേ നിന്റെ അല്ലേ മോള്? ആണുങ്ങളെ വീഴ്ത്താൻ വേറെ ആരെങ്കിലും പഠിപ്പിക്കണോ? പിന്നെ ഞാൻ എത്ര ആണുങ്ങളെയാ വീഴ്ത്തിയത്? ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തില്ലേ? അതൊക്കെ പറ, പിള്ളേര് കേക്കും. മിണ്ടല്ലേ, ഇതെന്റെ അനിയനാ, ഇന്നലെ വന്നതാ. രാധ ഇപ്പൊ പൊയ്ക്കോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പുഴക്കരി വരാം. അവിടെ വെച്ച് കാണാം. വരൂ. ചേട്ടാ, എനിക്ക് നീന്തി കുളിക്കണം. എവിടെ പുഴ? പുഴയോ? നീ പുഴയിലൊന്നും കുളിക്കണ്ട. പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിച്ചാ വല്ല ജലദോഷം മറ്റേ വരും. അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ? ദേ കിണറുണ്ട്, തൊട്ടിയിരിപ്പുണ്ട്, വേണമെങ്കിൽ കോരി കുളിച്ചു. അതും എനിക്ക് പരിചയമില്ലാത്ത വെള്ളമല്ലേ? പറയുന്നേക്ക് ബാബു, ഞാൻ ഒന്ന് മുങ്ങി തോർത്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം. ചേട്ടാ, ഈ നാട്ടിൻപുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ രസം. ഇവിടുത്തെ പുഴ നീ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. നിന്റെ സ്വിമ്മിംഗ് പൂൾ പോലൊന്നും അല്ല, ഭയങ്കര ഒഴുക്കാ. പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ. എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം. ചേട്ടനുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. ബാബു പറയുന്നേക്ക്, വാതിലൊക്കെ തുറന്നു കിടക്ക. രണ്ടാളും കൂടെ ഒന്നിച്ച് പുറത്തു പോയാ ഇവിടെ കള്ളന്മാർ ശല്യം കുറച്ച് കൂടില്ല. എന്തൊക്കെയാ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. വാതിലൊക്കെ ഇപ്പൊ അടയ്ക്കാം. വേണ്ട, നീ വരണ്ട. നിർബന്ധമാണെങ്കിൽ ഞാൻ വന്നിട്ട് പോക്കോ. ഇവിടെ പോയി മുൻവശത്തിരിക്കാൻ. ശരി. എത്ര നേരം ഞാൻ കാത്തു നിൽക്കുകയാണെന്നറിയോ? അതിന് അവിടെ നിന്നൊന്ന് ഊരി കിട്ടിയിട്ട് വേണ്ടേ? കുളിക്കാൻ അനിയനും കൂടെ ഉണ്ടെന്നോണ്ട് ഭയങ്കര ബഹളം. എന്നിട്ട് എങ്ങനെ ഒഴിവാക്കി? അതൊക്കെ വളരെ വിദഗ്ധമായി ഞാൻ കൈകാര്യം ചെയ്തില്ലേ. അനിയ എന്തിനാ വന്ന്? എന്തിനാന്നറിയില്ല, അവനൊരു ടൈപ്പാ. വെറുതെ കറങ്ങാൻ ഇറങ്ങിയതോ. ഇന്ന് തന്നെ പറഞ്ഞയച്ചേക്കാം. പിന്നെ എണ്ണ തേച്ചില്ലേ? ഇല്ല. എന്താ, പെൺകുട്ടികളുടെ മുടിക്ക് കാച്ചി എണ്ണയുടെ സുഗന്ധം വേണ്ടേ? ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ തലയിൽ എണ്ണ തേക്കാറുള്ളൂ. അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവോ? ഞങ്ങളുടെ ചേച്ചി എവിടെ? ചേച്ചിയോ? ഏത് ചേച്ചി? ചേച്ചി. രാധ ചേച്ചിയോട് വന്നിരുന്നു, വന്നിട്ട് പോയി. എവിടെ പോയി? കാക്ക കൊത്തിക്കൊണ്ട് പോയി. ബാബു. ഈ വണ്ടി നിങ്ങളുടെയാണോ? അതെ. എന്നെ കേട്ടിരുത്ത് ഒന്ന് ഓടിക്കോ. എല്ലാവരെയും എത്തി ഓടിക്കാം. പക്ഷെ എനിക്കൊരു ഉപകാരം ചെയ്യോ? ഞാൻ പുറത്തു പോയി വരുന്നവരെ നിങ്ങളുടെ കാവലിരിക്കണം. ബാ. അടുത്തയാൾ. ഞാൻ വരുന്നവരെ കാത്തിരിക്കണം. വേഗം വരണേ. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുതുരെ പൂമഴയായി. പിന്നെ ഇതാരുടെ വരികളാണെന്നറിയാം? പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് ചങ്ങമ്പുഴ പാടിയിട്ടുള്ള. ബാബുവിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. രാധ പൊക്കം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അയ്യോ, ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രം വന്നാണേ. അപ്പൊ വീട്ടിലാരാ? ചേട്ടൻ പഠിക്കണ്ട, അവിടെ ഒരു കള്ളനും കയറില്ല. ചേട്ടനാ പോയ പെൺകുട്ടി കണ്ടോ? ഏത് പെൺകുട്ടി? ആ പെൺകുട്ടി. നീ എന്തിനാ ആവശ്യമില്ലാതെ പെൺപിള്ളേരെ നോക്കുന്നത്? പ്രായം അതല്ലേ ചേട്ടാ, പക്ഷെ കുട്ടിയെ കണ്ടപ്പോ എന്തോ ഒരു ബഹുമാനം തോന്നുന്നു.
ചേട്ടൻ ആളൊന്ന് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ കോളേജിൽ പോണ്ടേ? ഇനി അടുത്ത കൊല്ലം പോയാൽ മതി. എന്താ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എല്ലാ സബ്ജക്റ്റും ആസലായിട്ട് തോറ്റു. വേഗം കുളിച്ചോ. ഉം. ഉഹും, ഉഹും, ഉഹും. എന്താ ഇത്? എണീച്ചേ. എന്താ ഇത്? കളിക്കാൻ എന്താ? അയ്യോ, എന്റെ പുസ്തകം. ദേ, എല്ലാരും പോയേ പോയേ. ഞങ്ങൾ പോവില്ല. പോവില്ലെന്നോ? വട്ടി വട്ടി ഇവിടെ അടിച്ച്. ഞങ്ങൾ ചേച്ചിയോട് പറയും. എന്താ പറയും? ഞങ്ങള് തല്ലാൻ വന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്നു. ആഹാ. അച്ഛനോട് അമ്മയോടൊക്കെ പറഞ്ഞെടുക്കും. അയ്യേ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ഞാൻ നിങ്ങളെ തല്ലൂ? ആ, വൈകിട്ട് നിങ്ങൾ വരുമ്പം ചേച്ചിയും കൂട്ടി വരണം. ആ പെണ്ണെ. ആ വന്നേ വന്നേ വാ. എല്ലാരും ഇറങ്ങിക്കേ. താഴെ ഇറങ്ങിക്കേ. വൈകിട്ട് മറക്കണ്ട, ചേച്ചിയെ കൊണ്ടുവരണം. ആ എന്റെ ദൈവം, എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. എനിക്ക് വയ്യ. ഈ തേവാങ്ക് നടക്കുന്ന നല്ല ഗമേ. ആരാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടണത്തിൽ നിന്നാ, വലിയ ഉദ്യോഗസ്ഥനാ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന. അവിടെ കഴുത്തിലൊരു മിന്നു കെട്ടാൻ എനിക്കോ യോഗമില്ല. എന്നാ എന്റെ കൂട്ടുകാരനെങ്കിലും അതായിക്കോട്ടെ. അമ്മാവന്റെ ആ പഴുത്ത ഗ്രാമസേവനേക്കാൾ ഭേദമാ. ഇതാ കണ്ടോ, പാന്റ്, ബെൽറ്റ്, ഷർട്ട്, ടൈ, സിഗരറ്റ്, കൂളിംഗ് ഗ്ലാസ്, തൊപ്പി. ഇതാ പോരെ. ആരുടെ കാണാ? ആ, എന്റെ തന്നെയാ. അയ്യോ, കുളമ്പ് രോഗം കൊണ്ട് സൂക്ഷിക്കണം. നിർത്ത്. അതിരിക്കട്ടെ, തീറ്റ എന്താ കൊടുക്കുന്നത്? പുല്ലും അരിക്കാടി. അതുപോരാ, തേങ്ങാ പിണ്ണാക്കും എള്ളും പിണ്ണാക്കും ഓക്കെ ഓയിലും. ഓക്കെ ആക്കാൻ കല്യാണ കാര്യം. എങ്ങനുണ്ട് അമ്മാവ എന്റെ കൊച്ചുകൂട്ടൻ? ആള് കൊള്ളാം. അയ്യോ, അതിന്റെ നാവ് മാറ്റണം. ഓ, നിന്റെ നാവാ മാറ്റേണ്ടത്. അതിരിക്കട്ടെ, എത്ര കണ്ണുണ്ട്? മൊത്തം 4 കണ്ണ്. ആ, അപ്പൊ 4 കൂടി പൂട്ടാനൊക്കെ നല്ല കാശാണല്ലോ. കൂടെ ഒന്നിനെയും കൂടി കൂട്ടിയാൽ കൂടുതൽ കാശ് കിട്ടും. ആ, അത് ശരിയാ. എടോ, ഏത് വഴിക്കാ വന്നത്? വടക്ക് വഴി. ആ വഴിക്കാ നടന്നു. എടാ മാസുണ്ണി, മേലാൽ ഇത്തരം അനാവശ്യം കാണിച്ചാൽ അന്നറിയും ഈ രാരിച്ചു നായർ ആരാണ്. മനസ്സിലായോ? പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ണ് 4 ഉണ്ടല്ലോ. എന്റെ ഇവിടെ പൂട്ടാൻ നിർത്തിയാ മതി. നീ ഇന്ന് തന്നെ പുറപ്പെടുകയല്ലേ? ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതുവരെ നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? ചേട്ടനോട് താമസിക്കാൻ പോകുന്നു. വേണ്ട, നീ ഇവിടെ താമസിച്ചല്ല പോക്കരിത്തരവോ കാണിച്ചാലേ എന്റെ ചിത്തപ്പേര് എനിക്ക്. പോക്കരിത്തരങ്ങളോടൊക്കെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു ചേട്ടാ. തർക്കിച്ചേക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം. എന്നാ ചേട്ടൻ പോയിട്ട് വരൂ. ഇടാ, നിന്റെ ഉദ്ദേശം എന്തുവാ? കുറച്ച് ദിവസം ലീവ് എടുപ്പിച്ച് ചേട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. എന്തിന്? പറയാൻ പാടില്ലെന്നാ ഡാഡിയും മമ്മിയും പറഞ്ഞത്. എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോ. കാര്യം പറഞ്ഞേ. മാസം 30,000 രൂപ വാടക വരുന്ന കുറെ ബിൽഡിംഗ്സ്, എണ്ണിയാൽ തീരാത്ത ഓർണമെന്റ്സ്, ഇംഗ്ലീഷ് അല്ലാതെ ഒരക്ഷരം മിണ്ടില്ല. ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിന് ചേട്ടനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മമ്മി തീരുമാനിച്ചിരിക്കുക. ഞാൻ സമ്മതിക്കത്തില്ല. അതിനായി എന്നെ ആരും കാക്കാൻ വേണ്ട. അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ ചെന്ന് പറയണം. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്നാ ഞാനും പോകുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, ആരെങ്കിലും കണ്ടു വച്ചിട്ടുണ്ടോ? നീ എന്റെ അനിയനാ. നമ്മൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊക്കെ പഴയ കാലത്ത് ചേട്ടാ. ഇപ്പൊ ചേട്ടൻ അനിയന്മാർ ഒരുമിച്ചാ പഞ്ചരടിക്കാൻ പോകാറ്. എനിക്ക് ഓഫീസിൽ പോയ സമയമായി. അടുക്കളയിൽ പാലും ഏത്തപ്പഴം ഇരിപ്പുണ്ട്, നീ പോയി കഴിച്ചോ. ശരി, ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ വില്ലേജിന് ചുറ്റി കടച്ചു വരാം.
ചേട്ടന്റെ സേവനം കൊണ്ട് ഈ ഗ്രാമത്തിൽ വല്ല പ്രോഗ്രസ് ഉണ്ടോന്ന് അറിയണമല്ലോ. ഹലോ, ഏയ് ഒന്നിങ്ങോട്ട് വന്നേ. എന്നെയാണോ? ആ, ഒന്ന് വരൂ. ഈ നാട്ടുകാരനല്ലേ? അതെ. എന്റെ പേര് ബാബു, വീട് എറണാകുളത്താ. ഈ നാട്ടിൻ പുറമൊക്കെ ഒന്ന് ചുറ്റിക്കാണുന്നുണ്ട്, ഒന്ന് സഹായിക്കോ? അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ? ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാ മതി. ഓ. ഫോർ എക്സാമ്പിൾ അമ്പലങ്ങൾ, പുഴ, വയലുകൾ. അല്ല, അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം. ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടതുപോലൊരു തോന്നൽ. ഇല്ലല്ലോ, ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നത് തന്നെ. എന്റെ ചേട്ടൻ ഇവിടെ ജോലി. വരുമ്പോൾ ഒരു റാസ്കലിനോട് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ വഴി ആകെ തെറ്റിച്ച് പറഞ്ഞു 10-20 മൈൽ എന്നെ കറക്കി. അയ്യോ, ആരാ വഴി തെറ്റിച്ചേ? ആരാണെന്നറിയില്ല, പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചുമില്ല. ചേ, ആരായാലും അങ്ങനെ ചെയ്ത മോശമായി. സാറ് വരണം, ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ, ഇത്രയൊക്കെ ആയിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ. ആ, പേരെന്താ? വാസുണ്ണി. ആ, വാസന കയറിക്കോളൂ. ഇതല്ല, എന്താ മടങ്ങിയിരിക്കും. നേരെ പോട്ടെ. ശിവൻപിള്ളേ, ഇന്നിനി എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ സാർ ഇവിടെ നിർത്തിയത്? ഇറങ്ങൂ, പറയാം. ഇതേത് സ്ഥലമാ സാർ? നമ്മൾ പുറപ്പെട്ടെടുത്ത് നിന്ന് ആ. കൃത്യം 30 മൈലിൽ പോകുന്നു. ആഹാ. ഇവിടുന്ന് 30 മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും, പഴകുറ്റി പള്ളി. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും തന്നെ വീട് കാണിച്ചു തരും. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസ്കൽ. എന്റെ പൊന്നു സാർ, സാർ, അയ്യോ സാർ, അയ്യോ, എന്നെ ഇട്ടിട്ട് പോകല്ലേ, എന്റെ പൊന്നു സാർ, സാറേ, സാറേ, തല ആരെങ്കിലും മറക്കുന്നുണ്ടോ? പോകാം സാർ, എന്റെ പൊന്നു സാർ, ഞാൻ വഴി തെറ്റിക്കില്ല. സാറേ, സാർ, 10 പൈസ പോലും ഇല്ല. ഒരാവശ്യമില്ലാത്ത പണിയായിപ്പോയി.